കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി തീപിടുത്തം ഉണ്ടായി. 5 പേർ മരിച്ചതായിട്ടാണ് വാർത്ത വരുന്നത്. ആശുപത്രി അധികൃതർ പറയുന്നത് അത് പുക ശ്വസിച്ചല്ല ഇവർ മരിച്ചത് 5 പേരും എന്നാണ് ചില വാർത്തകൾ പറയുന്നത്. ആശുപത്രി അധികൃതർ രാഷ്ട്രീയക്കാരെ അവിടെ കൂടിയവരുടെയും വാർത്തകളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അവിടെ പുക ശ്വസിച്ചാണ് 5 പേരും മരിച്ചത് എന്നാണ് പുറത്തുള്ളവരും ആശുപത്രിയിലെ വെളിയിലുള്ള രാഷ്ട്രീയ നേതാക്കളും പറയുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ അതെന്നോട് യോജിക്കുന്നില്ല. മരിച്ച 5 പേര് ഒരാള് വെസ്റ്റൂർ സ്വദേശിയായ ഗോപാലനാണ്, കൊയിലാണ്ടി സ്വദേശി ഗംഗാധരനാണ് മറ്റൊരാള്, പശ്ചിമബംഗാളുകാരിയായ ഗംഗയുണ്ട് മരിച്ചവരിൽ, വയനാട് സ്വദേശി നസീറ ആണ് മറ്റൊരു ആള് മരിച്ചത്, വടകര സ്വദേശി സുരേന്ദ്രൻ. ഇങ്ങനെ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. 5 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തീരുമാനമായി. നല്ല കാര്യം. മരണകാരണം അറിയാം. ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുമ്പം അവിടെ പുക ശ്വസിച്ചാണെന്നും അല്ലെന്നും ഒക്കെ വാർത്ത വരുന്നുണ്ട്. ആശുപത്രി അധികൃതർ പുക ശ്വസിച്ചല്ല എന്നാണ് പറയുന്നത്. ഏതായാലും കടുത്ത തീ അവിടെ ഉണ്ടായി. അത് MRI യൂണിറ്റിലെ UPS നിന്നാണ് ആ തീ ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടും ഇവിടെ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നാണ് ഇപ്പം വരുന്ന മറ്റു ചില വാർത്തകൾ. ഏതായാലും UPS ബാറ്ററിയാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചതെന്ന്, അങ്ങനെ പുകയുണ്ടായി. അങ്ങനെ പുക ശ്വസിച്ച് ആണ് 5 പേരും മരിച്ചതെന്നാണ് ഒരു വാദഗതി. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ മരിച്ചതെന്ന്. ആശുപത്രി അധികൃതർ ഇങ്ങനെ പുക ശ്വസിച്ചല്ല എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. കാരണം അവരുടെ വിശദീകരണത്തിൽ അവിടെ പശ്ചിമബംഗാൾ സ്വദേശി ഗംഗ അവര് മരിച്ചാണ് കൊണ്ടതെന്നാണ് പറയുന്നത്. അന്നേരമാണ് പുക വന്നത്. എങ്കിലും കാഷ്വാലിറ്റിയിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവന്നു. അവിടുന്ന് അവരെ ഇവരെ ചികിത്സിക്കാൻ തയ്യാറായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് അവർക്ക് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അത് വെന്റിലേറ്ററിൽ തന്നെ അവരെ ഇട്ടിട്ടുണ്ടാകണം. കാരണം അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അന്നേരം അവരെ കെട്ടഴിച്ച് താഴെ ഇട്ടു. അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം മരിച്ചു. കാഷ്വാലിറ്റിയിൽ എന്തായാലും ഗംഗയെ കൊണ്ടുവന്നിരിക്കുന്നു. അതിനുശേഷമാണ് അവര് ഈ MRI യൂണിറ്റിലേക്ക് മാറ്റിയത്. കാരണം ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അറ്റംപ്റ്റാണ്. മരിച്ച ആ സ്ത്രീയെയാണ് ഒന്ന് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരാള് അവിടെ വിഷം കഴിച്ചു കൊണ്ടുവന്ന ഒരാളാണ്. ആശുപത്രിയിലെ അയാള് വിഷം കഴിച്ച് കൊണ്ടപ്പോൾ തന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയിരുന്നു. അത് ആശുപത്രി അധികൃതർ അത് മരിച്ചിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത് ശ്വാസതടസ്സം മൂലം അല്ലെങ്കിൽ പുക ശ്വസിച്ചല്ല എന്നുള്ള അവരുടെ വാദഗതി. അപ്പൊ 2 പേരുടെ മരണം നടന്ന് കഴിഞ്ഞ ശേഷമാണ് ഈ UPS പൊട്ടിത്തെറി ഉണ്ടായെന്നുള്ള വാദഗതിയിലാണ് അവർ നിൽക്കുന്നത്. എന്നാലും ആശുപത്രി അധികൃതർ ബുദ്ധിപൂർവമായ ഒരു കാര്യം ചെയ്തതിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. കാരണം ഇവിടുന്ന് അവശനിലയിൽ കിടന്നവർ പല ആൾക്കാരെ അവിടുന്ന് പെട്ടെന്ന് മാറ്റി. പലരും വെന്റിലേറ്ററിൽ കിടന്നവരെ പലരെയും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മൈത്ര ആശുപത്രിയിൽ 10 പേരെ കൊണ്ടുപോയിട്ടുണ്ട് വെന്റിലേറ്ററിൽ കിടന്നവരെ. അതുപോലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 9 പേരുണ്ട്. ഓസ്റ്റർ ആശുപത്രിയിൽ 2 പേര്. അങ്ങനെ 21 പേര് അത്യാസന്ന നിലയിൽ കിടന്നവരെയാണ് പെട്ടെന്ന് അവിടുന്ന് മാറ്റിയത്. പുക ശ്വസിച്ചാൽ പെട്ടെന്ന് അവര് മരണമടഞ്ഞു പോകും. അതുകൊണ്ട് 21 പേരെ കൃത്യമായിട്ട് ഈ ആശുപത്രി അടുത്ത ആശുപത്രി പെട്ടെന്ന് തന്നെ മാറ്റിയിരിക്കുന്നു. നല്ല കാര്യം. അവിടെ ഇപ്പം ഈ സാധുക്കൾക്ക് ആ ആശുപത്രി ചെലവ് താങ്ങാൻ കഴിയില്ല. ഇവര് മെഡിക്കൽ കോളേജിൽ അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് വന്നത്. ആശുപത്രിയിൽ 45,000 50,000 പേരും വെന്റിലേറ്ററിലാണ്. അവിടെ രോഗിക്ക് വേണ്ട എല്ലാ ചികിത്സകളും അവർ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം എങ്ങനെയായാലും 40-45,000 രൂപ ആകും. അത് അവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്നാണ്. ഏതായാലും ആശുപത്രി അധികൃതർ നല്ല കാര്യം ഞാൻ ചെയ്തെന്ന് പറയുന്നത്, അവർ താൽക്കാലികമായ ഒരു കാഷ്വാലിറ്റി അവരവിടെ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പോയവരെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അവരെ വെന്റിലേറ്ററിലോട്ട് മാറ്റണമെങ്കിൽ പെട്ടെന്ന് ഒരു താൽക്കാലികമായ ഒരു സംവിധാനം ആശുപത്രി അധികൃതർ പൊതുനന്മയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിൽ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനൊക്കെ. അങ്ങനെ ഒരു ബുദ്ധി അവർ ആദ്യം തന്നെ പ്രയോഗിച്ചു. കാരണം പ്രൈവറ്റ് ആശുപത്രിയൊക്കെ പോയി നമ്മുടെ ഇവിടെ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നൊക്കെയാണ് സാധാരണഗതിയിൽ ആശുപത്രി അധികൃതർ ചിന്തിക്കുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിന്റെ അതിന്റെ അധികൃതരെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. കാരണം ടെമ്പററി ആയിട്ട് അവിടെ ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോയ രോഗികളെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ട അവർക്ക് ചികിത്സ കൊടുക്കാനും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി എന്തായാലും വീണ ജോർജ് അവിടെ എത്തുന്നുണ്ട്.
വെന്റിലേറ്ററിൽ കിടന്നവരെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അത് താങ്ങാൻ പറ്റുമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ദിവസത്തെ 2 ദിവസത്തെയെങ്കിലും ആശുപത്രിയിലെ ചെലവ് ഒരു സബ്സിഡൈഡ് റേറ്റ് ആശുപത്രിക്കാർ കൊടുക്കണം. അങ്ങനെ ഗവൺമെന്റ് ആ 21 പേരുടെ കാര്യം പരിഗണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട ആൾക്കാരാണ് കൂടുതലും ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിൽ അഭയം തേടുന്നത്. അവർക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് അവിടെ വന്നത്, അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെയുള്ള ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ അവർ എന്ത് ചെയ്യാൻ നോക്കും? അവർക്കൊന്നും ചെയ്യാനൊക്കില്ല, വിറ്റുപറക്കാൻ ഒന്നുമില്ല. അപ്പൊ അവരുടെ കാര്യം ഗവൺമെന്റ് പരിഗണിക്കണം. അതായത് 21 പേര് നോക്കണം. അതിനകത്ത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് ബാക്കി പൈസയ്ക്ക് ഗവൺമെന്റ് അടിയന്തരമായിട്ട് അവരെ ആ ബാക്കി പൈസ കൊടുത്തിട്ട് അവരെ അവിടുന്ന് മാറ്റി വീണ്ടും ഈ മെഡിക്കൽ കോളേജിന്റെ ടെമ്പററി ആയിട്ടുള്ള കാഷ്വാലിറ്റിക്ക് മാറ്റണം. കാരണം അതേ അവർക്ക് സാധിക്കുള്ളൂ. പലരെയും അവരുടെ മാതാപിതാക്കള് അല്ലെങ്കിൽ അവരുടെ ബന്ധുജനങ്ങൾ ഇതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റി അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ പൈസ കൊടുക്കാതെ നിവൃത്തിയില്ലാത്ത പല സങ്കടകരമായ അവരുടെ സംസാരവും വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. അതുകൊണ്ട് ഇങ്ങനെ മാറ്റിയുള്ളവർക്ക് സാമ്പത്തിക സഹായം സർക്കാർ തീർച്ചയായിട്ടും, അധികം വലിയ പൈസയൊന്നും വരില്ല, കൂടെ 3, 4, 5 ലക്ഷം രൂപയെ വരുള്ളൂ. അത് സർക്കാർ കൊടുക്കണം. ഇത്ര വലിയൊരു സംഭവം ഉണ്ടായതാണ്. ഏതായാലും ഹോസ്പിറ്റലിലെ MRI യൂണിറ്റ് എല്ലാ ഹോസ്പിറ്റലിലും 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ UPS ബാറ്ററി സംവിധാനത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് കാലാകാലത്തോളം പഴക്കമുള്ളതും അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അടിയന്തരമായി എല്ലാ ആശുപത്രിയും പരിശോധിക്കണം. കേരളത്തിൽ ഇതുപോലൊരു സംഭവം വളരെ റയറാണ്. അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ എത്രയോ പേര് മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഇതുപോലെയുള്ള പുകയും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ട്. പക്ഷെ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇത് വേണ്ട ഒരു പരിഹാരം കാണുകയും അതോടൊപ്പം തന്നെ മറ്റ് ഹോസ്പിറ്റലിൽ അടിയന്തര മെസ്സേജ് കൊടുത്തിട്ട് അവിടുത്തെ UPS ഇതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ അതെല്ലാം ഒന്ന് സർവീസ് ചെയ്യണം. അതുകൊണ്ട് ആ രീതിയിലേക്ക് സർക്കാർ അടിയന്തരമായിട്ട് നീങ്ങണം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ആരോഗ്യമന്ത്രി പോയിട്ട് ആ ആശുപത്രിയിൽ നിന്ന് പോയി മറ്റാശുപത്രിയിൽ അഭയം തേടിയ ആ വളരെ ഗുരുതരാവസ്ഥ കിടക്കുന്ന അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യാൻ മടിക്കരുത്. അത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകാർ അവരുടെ ചില വാദഗതികൾ പറഞ്ഞാലും കാരണം അവർ പറയുന്നത് 5 പേരും പുക ശ്വസിച്ചല്ല മരിച്ചത്, 2 പേരെങ്കിലും ഏതായാലും അവരുടെ വാദഗതി കഴമ്പുണ്ട്. ആ 2 പേരുടെ മരണം ഓൾറെഡി നടന്നതാണ്. അത് ഗംഗയുടെ ബംഗാളികാരെ അവർ സൂയിസൈഡ് ചെയ്തതാണ്. മറ്റൊരാളെ വിഷം കഴിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ വന്നവരാണ്. അതുകൊണ്ട് ഈ 2 പേരുടെ മരണം ആശുപത്രിയിലെ പുക ശ്വസിച്ചല്ല എന്നുള്ള വാദഗതിക്ക് ബലമേറുന്നുണ്ട്. ബാക്കി 3 പേരുടെ കാര്യം നമുക്കറിയില്ല. അത് പോസ്റ്റ്മോർട്ടത്തിൽ അതിന്റെ വിവരങ്ങൾ കൂടുതൽ അറിയാമെന്ന് കരുതുന്നു.